നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു സ്ഥലത്ത് ചിലപ്പോ 1-2 കാറുകൾ കാണും, അതും അത്യാഡംബരം. ഈ അമ്മാവന്റെ കുട്ടിക്കാലത്തെല്ലാം അവരുടെ കാർ എന്തായിരുന്നു അറിയോ? കാളവണ്ടിയായിരുന്നു, ബുള്ളോ കാർ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അതായിരുന്നു അന്നത്തെ ലക്ഷറി. ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. കാറ്, ഫോണ്, കാര്യങ്ങൾ അറിയാൻ ഇന്റർനെറ്റ്. പണ്ട് ഞങ്ങൾ കാണാതെ പഠിച്ചതെല്ലാം ഇന്നത്തെ ജനറേഷന് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പോരെ, എല്ലാം വിരൽത്തുമ്പിലേക്ക് എത്തില്ലേ? അമ്മാവാ, ആലോകനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? രാത്രിയല്ലേ? ഒരു ഗ്രേപ്പ് ജ്യൂസ് ആയാലോ? എനിക്കൊന്നും വേണ്ട ഞങ്ങളെ. അതൊന്നും പറ്റില്ല, കൊള്ളൻ നിർബന്ധിച്ചാലേ കഴിക്കും. അപ്പൊ ഒരു ജ്യൂസ് കഴിക്കല്ലേ? അമ്മാവ, ആലോകന് ഒരെണ്ണം, പിന്നെ മോൾക്ക് ഒരെണ്ണം. എനിക്ക് വേണ്ട. എന്നാ പാലെടുക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. അതെ, നിങ്ങള് ഏട്ടനും അനിയത്തെ കൊണ്ട് സംസാരിച്ചിരിക്കേ. ഓക്കെ ഏട്ടാ, എനിക്കിപ്പൊ എന്ത് സന്തോഷായെന്നറിയോ? എന്താ മോളെ, അലോക് ശിവദാസിന്റെ വീട്ടിലേക്ക് പോയതിന്റെ വിഷമത്തിലാണോ? അത് മാത്രല്ല അച്ഛാ, നീരജയുടെ കാര്യം ഓർത്തു പോയതാ. അവളൊന്നും മുറിക്ക് പുറത്തിറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്തും പറയാമെന്നും എന്തും ചെയ്യാവുന്നും ഉള്ളൊരു വിചാരത്തിലാണ് അവള്. എന്താ അച്ഛാ അവൾ ഇങ്ങനെ? അവളുടെ മനസ്സ് നിറയെ അഹങ്കാരമാണ്. അതാണ് വിഷമമായിട്ട് പുറത്തേക്ക് വരുന്നത്. എത്ര പറഞ്ഞു നോക്കിയതാ, എത്ര ശാസിച്ചതാ, എന്നിട്ടും വല്ല ഫലവും ഉണ്ടോ? മോളിപ്പോ അതൊന്നും ആലോചിക്കണ്ട. നീരജ എന്റെ നേരെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോ അതേ സ്വരത്തിൽ തന്നെ ഞാനും പ്രതികരിക്കുമെങ്കിലും മനസ്സിൽ അവളോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും ഇല്ല അച്ഛാ. പക്ഷെ എന്നോടുള്ള ദേഷ്യത്തിന് അത് അലോകിനോട് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇന്നിപ്പോ അലോകിനോട് കാണിച്ചത് നാളെ അച്ഛനോട് അവള് കാണിക്കില്ലേ? എങ്ങനെ വിശ്വസിക്കും അവള് കാണിക്കില്ലെന്ന്? അച്ഛാ, അവളുടെ ചില സമയത്തെ പെരുമാറ്റമൊക്കെ കാണുമ്പോ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഞാൻ തല്ലിയപ്പോ എന്നെ തിരിച്ചു തല്ലുവെന്ന്. ഞാൻ അവളുടെ അമ്മയാണെന്ന് പോലും അവള് മറന്നു. അവളെ തല്ലണമെന്ന് വിചാരിച്ചതല്ല, എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അലോകിന്റെ കാല് സുഖപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ, അത് അവളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്തു മനസ്സിലാക്കാൻ? സ്വന്തം അമ്മയെ മനസ്സിലാക്കാത്തവള് വേറെന്തു മനസ്സിലാക്കാൻ? വിശന്നിട്ടാ പാവം എന്റെ കുട്ടി ആ വീൽ ചെയറും തള്ളിക്കൊണ്ട് അടുക്കളയിലോട്ട് പോയത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അലോകിനൊന്നും സംഭവിച്ചില്ലല്ലോ മോളെ, അത് തന്നെ മഹാഭാഗ്യം. മോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കിടക്കാൻ നോക്ക്. അലോകേട്ടാ, അലോകേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമെന്ന് പറയാനൊന്നും ഇല്ല നളക്കുട്ടി. അമ്മ തരുന്ന എന്തും എനിക്കിഷ്ടാ. നളക്കുട്ടിക്കോ? എനിക്ക് എന്റെ അച്ഛൻ തരുന്ന എന്തും ഇഷ്ടം. ഞാൻ പറഞ്ഞതുപോലെയുള്ള ഉത്തരവല്ലേ? എനിക്ക് അമ്മയില്ലല്ലോ. എനിക്ക് അച്ഛനും ഇല്ലല്ലോ. അപ്പോ നീളമോൾക്ക് കുറുപ്പമാവും തരുന്നൊന്നും ഇഷ്ടമല്ല അല്ലേ? അത് കഷ്ടമല്ലേ മോളെ? ഒരു കഷ്ടവും ഇല്ല. കുറുപ്പമാവ് എപ്പ എന്നെ കണ്ടാലും പാല് കുടിക്ക് പാല് കുടിക്ക് എന്ന് മാത്രമേ പറയൂ. അതെന്താ, നളക്കുട്ടിക്ക് പാലിഷ്ടമാണോ? ഇഷ്ടമായിരുന്നു അലോകേട്ടാ മുൻപ്. ഈ കുറുപ്പമാവൻ വരുന്നതിന് മുമ്പ്. ഈ കുറുപ്പമാവൻ വന്ന് പാല് തന്ന് തന്ന് എനിക്കിപ്പോ അതിഷ്ടല്ല. അപ്പോ കുറുപ്പമ്മാവനാണ് നിളമോൾക്ക് പാല് കൊടുത്ത് പാലിന്റെ ശത്രുവാക്കിയതല്ലേ? അച്ഛനും തരാറുണ്ട്. അച്ഛൻ കുറുപ്പമ്മാവൻ തരുന്ന പോലെ തരാറുണ്ടോ? ഇല്ല. ആ, മോന് ഇതുപോലെ വല്ലതും ഉണ്ടോ ശത്രുവായിട്ട്? ഇല്ല ഇല്ല. എന്നാ നാളെ മുതല് ഞാൻ ഒന്നും നിളമോൾക്ക് തരില്ല. സന്തോഷം. ഓ, അമ്മയാ. ഹലോ സർ. ഹലോ നന്ദിത. അലോകൻ എങ്ങനെയുണ്ട്? ഈസ് വെരി ഹാപ്പി. ഇപ്പോഴേ അലോകം നിളയെ ആഹാരം കഴിച്ചോണ്ടിരിക്കുക.
ആ ഞാൻ മോന്റെ കൊടുക്കാം. ഇതാ മോനെ. ഹലോ അമ്മേ. ആ മോനെ, കാലിന് വേദനയൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. ആഹാരം കഴിക്കുവാണെന്ന് പറഞ്ഞു, കഴിച്ചോ? ആ, ഞാനും നിളക്കുട്ടിയും കൂടെ കഴിച്ചോണ്ടിരിക്കുന്നത്. അമ്മേ, നിളക്കുട്ടിക്ക് എന്തോ പറയണോന്ന് ഞാൻ കൊടുക്കട്ടെ? കൊടുക്കും മോനെ. ദാ. ദാ. ഹലോ അമ്മേന്റി, ഞാനും അലോകേട്ടനും കൂടെ കഴിക്കുക. ആണോ? വയറ് നിറയെ കഴിക്കണം കേട്ടോ. ശരി അമ്മേന്റി. എന്നാ ഭക്ഷണം കഴിച്ചോ, അമ്മേന്റെ പിന്നെ വിളിക്കാം. ശരി. അല്ല, അമ്മേന്റെ എന്തു പറഞ്ഞു? വയറ് നിറയെ ഫുഡ് കഴിക്കണോന്ന് പറഞ്ഞു. ഉം. പിന്നെ അമ്മേന്റിക്ക് എന്തോ വിഷമമുണ്ട്. അധികം സംസാരിച്ചില്ല. അത് ചിലപ്പോ മോനെ പിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല അങ്ങളെ, അതാ. എന്നാ അമ്മയും വിളിക്കായിരുന്നില്ലേ? എന്നാ നല്ല രസമായിരുന്നേനെ അല്ലേ അച്ഛാ? അമ്മേന്റെ വിളിക്കാൻ കുറുപ്പമാവന് പറയാം. പക്ഷേ കുറുപ്പമാവൻ അറിയില്ലല്ലോ അമ്മേന്റെ ഒരു തിരക്കൊക്കെ. അവിടെ മുത്തച്ഛനൊക്കെ നോക്കണ്ടേ മോളെ? ശരിയാ, മുത്തശ്ശനവിടെ തനിച്ചാവും. അതെ, രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആഹാരം കഴിക്കാൻ നോക്കിയേ. കുഞ്ഞേ, അമ്മാവ പ്ലീസ്. എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പ്ലീസ്. നിളക്കുട്ടി എന്താ കൊറേ നേരമായിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? എന്താ സ്കൈ അത്രക്ക് ഇഷ്ടമാണോ? ഉം, അതെന്താ അത്രക്ക് ഇഷ്ടം? എന്റെ അമ്മയുണ്ട്. എവിടെ? ആ നക്ഷത്രം കണ്ടുവിട്ട്. കണ്ടു. ആ തിളങ്ങി നിൽക്കുന്നില്ലേ? അതെ, അതെന്റെ അമ്മയാ. ഞാനെന്നും ഇവിടെ വന്ന് അമ്മയോട് സംസാരിക്കും. എന്നോ? ഇന്ന് സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഏട്ടൻ കേൾക്കാതെ ഞാൻ സംസാരിച്ചത്. അതെന്താ ഞാൻ കേട്ടാ കുഴപ്പം? ഇന്ന് ഞാൻ പറഞ്ഞത് ഏട്ടനെ കുറിച്ചാ. ഏട്ടനെ അമ്മയ്ക്കറിയാം. എന്നെയോ? ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ അമ്മയ്ക്ക് വിഷമായി. പിന്നെ അടുക്കളയിൽ വീണ കാര്യം അമ്മയോട് പറഞ്ഞപ്പോ ദാ നോക്ക്, അമ്മയ്ക്ക് സങ്കടമായിട്ടുണ്ട്. അമ്മ ഏട്ടനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. അത്രക്ക് ഇഷ്ടായിരുന്നോ നിളക്കുട്ടിക്ക് അമ്മേ? ഇഷ്ടായിരുന്നു. എനിക്ക് ജീവനായിരുന്നു. അപ്പൊ അച്ഛനോടോ? അച്ഛനെ ഇഷ്ടാണ്. എന്നാലും അമ്മയില്ലല്ലോ ഏട്ടാ. നിളക്കുട്ടിക്ക് അച്ഛനുണ്ട്, എനിക്ക് അച്ഛനില്ല. ഏട്ടൻ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ ആന്റി. അമ്മേന്റെ ഒരു പാവോ. എന്റെ അമ്മ പാവ. അമ്മേന്റെ എനിക്ക് തരൂ ഏട്ടാ. അതിനെന്താ, തരാല്ലോ. എന്റെ അമ്മ ഇനി നിളക്കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ നമ്മൾ 5 പേര്, ശരണ്യ ചേച്ചി, നീര ചേച്ചി, നിർമ്മലേട്ടൻ, ഞാൻ, പിന്നെ എന്റെ നിളക്കുട്ടിയും. എന്താ സന്തോഷായില്ലേ? ഒത്തിരി സന്തോഷായിട്ടാ.